ചേട്ടൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നി. അതിലും എനിക്കൊരു ക്ലാരിറ്റി വരുത്തണമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്? അതിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? സംശയം ഉണ്ടാക്കരുത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ ഗുണപരമായ കാര്യങ്ങൾക്ക് സമൂഹത്തിൽ നല്ലത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതൊരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സ്. ഒരിക്കലുമല്ല. നമ്മളൊരു പബ്ലിക് പ്രോപ്പർട്ടി, നമ്മളൊരു പബ്ലിക് സാമൂഹിക ജീവിയാണ്. സമൂഹത്തിൽ തോന്നിയ ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതും വരുന്നുണ്ട്, എയുടെ ഏറ്റവും തരികിടകളും വരുന്നുണ്ട്. ദെൻ വന്ന് പബ്ലിക്കായിട്ട് തുറന്നു കാണിക്കുന്നു. കൊച്ചു കുട്ടികൾ 2ലും 4ലും 5ലും 8ലും 10ലും പഠിക്കുന്ന ഈ സ്കൂൾ കുട്ടികൾ ഇവരെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. അവരോട് നമുക്കൊരു പ്രതിബദ്ധതയില്ലേ? അവർ വഴിതെറ്റി പോകുന്നതിൽ നിങ്ങൾക്കൊന്നും ഒരു വിഷമവും ഇല്ലേ? അവർ നശിച്ചു പോട്ടെ എന്നാണ്. അങ്ങനെ ഈ പഠനത്തിൻ്റെ സമയങ്ങളിൽ ഈ വേണ്ടാത്ത കാര്യങ്ങളും അശ്ലീലമായി. ഇപ്പോൾ ആലി എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ആലി എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട് അർത്ഥം. അത് ആലി ബാബയുടെ ഷോട്ടാണോ? ഈ ആലി ഏതാണ്? ഏത് മതം, ഏത് ജാതി, ഏത് കാസ്റ്റ് എന്ന് ഈ പേരിൽ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുമോ? പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. റിലീജിയസ് ഹാർമണി ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഒരുപാട് സംഗതികളുണ്ടാകും. ഒരുപാട് രഹസ്യങ്ങൾ ഉൾക്കൊള്ളിപ്പിച്ചിരിക്കുന്ന എന്നാൽ ഗുണപരമായ മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സിനിമയാണ് ആലി. പക്ഷേ സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാമിന് ഇനിയെങ്കിലും നിയന്ത്രണം വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത് പഠനത്തിൽ തകർന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ലഹരിയിലേക്ക് പോകും. ഇപ്പോൾ KP പറഞ്ഞതുപോലെ KP 12 വർഷം കൊണ്ട് ചെയ്തുവെങ്കിൽ ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും SPCയുടെയും കൗൺസിലിംഗ് ഷോകൾ നടത്തി, ആൻറ്റി ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് ക്ലാസ്സുകളും ഷോകളും നടത്തി കുട്ടികളെ മാറ്റിയെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതിപ്രസരവും ഈ പറയുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിഷ്വൽ മീഡിയകളിലൂടെയും കൊടുക്കുന്നതിലുള്ള കുറവ് കുട്ടിയിൽ എന്ത് വരും? ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ആസക്തി കൂടും. ഈ അതിക്രമം കൂടിക്കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എങ്ങനെ തൻ്റെ കണ്ണും ചെവിയും നാക്കും മൂക്കും അടക്കി വെച്ച് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ നോക്കും? ക്ലാസ്സുകളിൽ പോയിട്ടുണ്ടോ? ഒരു അധ്യാപകർ അനുഭവിക്കുന്ന മാനസിക പ്രയാസം അറിയാമോ? കുട്ടികളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അധ്യാപകനെ ശിക്ഷിക്കുന്ന ഒരവസ്ഥയായി. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കുട്ടികളുടെ ഭാവി തകർക്കുന്ന രീതിയിലായി. എല്ലാവരും കണ്ടുകൊണ്ട് മെജോറിറ്റി പേര് എന്ത് ചെയ്യുന്നു? ആരെങ്കിലും പ്രതികരിക്കട്ടെ, മിണ്ടായിരിക്കാന്ന് വയ്ക്കും. പ്രതികരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരെന്താക്കും? ഒന്നീ കൊങ്ങിയാക്കും, അല്ലെങ്കിൽ കമ്മിയാക്കും, അല്ലെങ്കിൽ സംഖ്യയാക്കും, ഏതെങ്കിലും ഒരു കിരീടപ്പട്ടം ചൂട്ടിത്തരും അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആലി എന്ന് പറയുന്ന സിനിമയുടെ പേരെടുത്ത് പറഞ്ഞത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഗുണപരമായ കാര്യങ്ങൾക്കാണെങ്കിൽ നല്ലത്. പക്ഷേ ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്താ ഫോറിനേഴ്സോ വേറെ ആരൊക്കെയാണ് വന്നിരുന്നതിന് ശേഷം എന്താ 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് തൻ്റെ ന്യൂഡ് ഭാഗം പ്രദർശിപ്പിച്ചിട്ട് അങ്ങ് പോവുക. ഇതും ബ്ലൂ ഫിലിം തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? അപ്പോൾ റെസ്ട്രിക്ഷൻ വേണ്ടേ? ഇത് ഏതിലൂടെ മെസ്സേജ് കൊടുക്കും? അപ്പം ഞങ്ങളുടെ സിനിമകളിലൂടെ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിഷ്വൽ മീഡിയകളിലൂടെ, നമ്മുടെ ഇൻ്റർവ്യൂകളിലൂടെ, ചാനലുകളിലൂടെ അങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയെ നിങ്ങളിത് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ ഇതും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യം? എന്തിനാ? നിങ്ങളുടെ ജോലി നിങ്ങൾ നന്നായി ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളും കൂടെ ഇത് കൊടുക്കാം, നന്നായി പ്രതികരിക്കാമെന്ന് വിചാരിച്ച് വിവരവും ബോധവും ചിന്താശേഷിയുമുള്ള 90% വരുന്ന മലയാളി മാതാപിതാക്കളും രക്ഷകർത്താക്കളും സപ്പോർട്ടാണ്. പക്ഷെ കുറച്ച് പേർക്ക് ഇവിടെ തകർക്കണം, എല്ലാം തകർത്ത് തരിപ്പണമാക്കി നശിപ്പിക്കണം അല്ലേ? അങ്ങനെ കുട്ടികളുടെ ഗുണനിലവാരം ഇല്ലാതാക്കി മാറ്റുമ്പോൾ ഒരു സൈഡിൽ കുറച്ച് കുട്ടികൾ നന്നായി പഠിച്ച് ഉയർന്ന് കയറിപ്പോകും. പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും മകന് ഒന്നും കിട്ടാതെ തകർന്ന് തരിപ്പണമായി പോകുന്നതിലാണ് ഞാൻ എതിർക്കുന്നത്. ഈ ഫോട്ടോഷൂട്ട്സ് മോഡലിംഗ് ഒക്കെ പണ്ടുതൊട്ടുള്ള ഫോട്ടോഷൂട്ടും മോഡലിംഗ് ഒന്നുമല്ല. ഫോട്ടോഷൂട്ട് വേറെ, മോഡലിംഗ് വേറെ. ലൈവായി വന്നിരുന്നുകൊണ്ട് 2 സെക്കൻഡ് 4 സെക്കൻഡ് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചിട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.